പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 1201 മിഥുനമാസം 14-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 28-ാം തീയതി. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത വെളുത്തവാവിൻ്റെ തലേ ദിവസമാകുന്നു. നാളെ വെളുത്തവാവാണ്. വെളുത്തവാവിന് മുന്നിലുള്ള തലേ ദിവസമാണ്. വെളുത്തപക്ഷത്തിലെ ചതുർദശിയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ സൂര്യോദയം ഇന്ന് തൃശ്ശൂരിൽ കാലത്ത് 6:10, അസ്തമയം വൈകിട്ട് 6:46. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. തിഥി വെളുത്തപക്ഷത്തിലെ ചതുർദശി എന്ന് ഞാൻ പറഞ്ഞു. ഈ തിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. തിഥി എന്നാൽ ജ്യോതിഷത്തിൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുമ്പോൾ സമ്പത്തിനെയാണ് നാം പ്രതിനിധാനം ചെയ്യുന്നത്. തിഥി അപ്രകാരം ദുർബലമായ തിഥിയുണ്ട്. 3 തിഥികളുണ്ട്. ഒഴിഞ്ഞ തിഥിയാണ് ചതുർത്ഥി 4-ാമത്തേത്, നവമി 9-ാമത്തേത്, അപ്രകാരം ചതുർദശി 14-ാമത്തേത്. അതിനാൽ ഈ തിഥികളിൽ സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടുന്നത് ശുഭമല്ല. ഇത് ഞായറാഴ്ചത്തെ നക്ഷത്രവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാകുന്നു. ജ്യേഷ്ഠ എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന വൃശ്ചികരാശിയിലെ പൂർണ്ണ നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. ഈ നക്ഷത്രത്തിനൊരു പ്രത്യേകത, ഈ നക്ഷത്രത്തിൻ്റെ അധിദേവത ഇന്ദ്രനാണ്. അതിനാൽ തൃക്കേട്ട നക്ഷത്രക്കാർ, ഞാനടക്കമുള്ള തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടുപോയാലും ഏതോ ഒരു ഉൾവിളി പോലെ, ഒരു ശക്തി പോലെ ഇന്ദ്രൻ്റെ അദൃശ്യമായ സാന്നിധ്യം നമുക്ക് കാണാം. ഇന്ദ്രൻ വളരെയധികം സപ്പോർട്ട് ചെയ്യും. കാരണം ഇന്ദ്രൻ വളരെയധികം വർഷം ചൊരിയും, അനുഗ്രഹം ചൊരിയും, അനുഗ്രഹം വർഷിക്കും. ഇന്ദ്രൻ മഴയുടെ ദേവതയാണ്. അതിനാൽ ഇന്ദ്രൻ അനുഗ്രഹമുള്ള തൃക്കേട്ട നക്ഷത്രം പക്ഷേ ജ്യോതിഷത്തിൽ ശുഭകാര്യങ്ങൾക്കായി പറഞ്ഞിട്ടില്ല. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ് ജ്യേഷ്ഠ നക്ഷത്രം. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. മുപ്പൂരങ്ങൾ, പൂരം, പൂരാടം, പുരൂരുട്ടാതി. പിന്നീട് യമൻ ഉദ്രാഹി, യമൻ രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം. യമൻ എന്നാൽ ഭരണി, അപ്രകാരം തൃക്കേട്ട. അതിനാൽ യാത്രയ്ക്കോ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രത്തിന് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ചതുർദശി വളരെ ദുർബലമായ തിഥിയാണ്. അപ്രകാരം തന്നെ നക്ഷത്രവും അത്ര ഗുണമുള്ള നക്ഷത്രമല്ല. തൃക്കേട്ട അതിശക്തമായ നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം അതിശക്തമാണ്, ഭരണി അതിശക്തമാണ്. പക്ഷേ നമ്മൾ ശുഭകാര്യങ്ങൾക്ക് ഈ നക്ഷത്രങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. അല്ലാതെ നക്ഷത്രത്തിന് യാതൊരു ദോഷവുമില്ല. അതിനാൽ ഒരു ശുഭമുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം ഞാൻ നൽകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നത്തെ ദിനം നിർബന്ധമായും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാട് ചെയ്യുക. നരസിംഹസ്വാമിക്ക് ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ചൈതന്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.